ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അത് എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ഇന്ന് ഒരു ആഗോള ശക്തിയായിട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വളർച്ച തങ്ങളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആർട്ടിക്കിളുകളാണ് ഗ്ലോബൽ ടൈംസ്, ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് എഴുതിയിട്ടുള്ളത്. അതിനവർ ഇൻഡയറക്ട്ലി ആണ് കാര്യങ്ങൾ എപ്പോഴും പറയുന്നത്. പല യൂണിവേഴ്സിറ്റികളുടെയും, ബെയ്ജിങ്ങിൽ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളുടെയൊക്കെ പ്രൊഫസർമാരെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് ചൈനയുടെ സാമ്പത്തിക നിലയെ ബാധിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ വിശദീകരിക്കാറുണ്ട്. ഈ ചൈന +1 നയമൊക്കെ എപ്പോഴും അവർ ആശങ്കയോടെയാണ് കാണുന്നത്. അപ്പോൾ ചൈനയ്ക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വെസ്റ്റേൺ കമ്പനികളുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് ഈ ചൈന +1 എന്ന് പറയുന്നത്. ചൈനയിൽ മാത്രം നിക്ഷേപം നടത്തുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കുന്ന കമ്പനികൾ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങുന്നു. ഇന്ത്യ, തായ്ലൻഡ്, വിയറ്റ്നാം ആണ് പ്രധാനമായും അവർ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഇന്ത്യക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ കാരണം ചൈനയുമായിട്ട് നമുക്കുള്ള ഒരുപാട് സിമിലാരിറ്റീസ് ആണ്. ഒന്ന് ജനസംഖ്യ, രണ്ട് മാൻ പവർ, മാത്രമല്ല വർക്ക് ഫോഴ്സ് കൂടുതലാണ്, യുവാക്കളുടെ എണ്ണം കൂടുതലാണ്, ഭൂമിശാസ്ത്രപരമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡം ട്രേഡിന് പറ്റിയ ഒരു മേഖലയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇപ്പോൾ ഇന്ത്യയിലുമുണ്ട്. മാത്രമല്ല ഇന്ന് ഇന്ത്യ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യ ഇന്ന് എല്ലാത്തരം ഇൻവെസ്റ്റേഴ്സിനെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഇന്ന് ചൈനയിൽ കൊടുക്കുന്നതിനേക്കാളും കുറവ് ശമ്പളത്തിൽ മികച്ച ടാലൻ്റ് ഉള്ള യുവാക്കളെ ഇന്ത്യയിൽ ജോലിക്കായി കിട്ടുമെന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ഈ സിമിലാരിറ്റീസ് ഇന്ത്യയെ മറ്റൊരു വൻ ശക്തിയാക്കി മാറ്റുമോ എന്ന് ചൈന ഭയപ്പെടുന്നുണ്ട്. അമേരിക്കയേക്കാൾ കൂടുതൽ ചൈന ഇന്ത്യയെയാണ് ആശങ്കയോടെ കാണുന്നത് അഥവാ ഭയപ്പെടുന്നത് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഗ്ലോബൽ ടൈംസ് ആർട്ടിക്കിൾ കഴിഞ്ഞ വർഷം എഴുതിയത് വലിയ ചർച്ചയായി. ബീജിങ്ങിലുള്ള ഒരു പൊളിറ്റിക്കൽ സയൻസ് കോളേജിലെ അധ്യാപകനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ചൈനീസ് മുഖപത്രം അങ്ങനെ ഒരു വാർത്ത എഴുതിയത്. അതിൻ്റെ കാരണങ്ങളും അവർ പലതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ചൈനയുടെ എക്കണോമിയെക്കുറിച്ചുള്ള അവരുടെ ആശങ്കകൾ കൊണ്ടുണ്ടാകുന്നതുമാണ്. പക്ഷേ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഇന്ന് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിയെക്കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഒന്ന് ഷെയർ ചെയ്യാം. അതായത് പ്രതിമാസം 2000 രൂപ മുതൽ വളരുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. ടാറ്റ എ അവരുടെ ഫ്ലെക്സി ഗ്രോത്ത് ഇൻഫോ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മാസം 31 തീയതി വരെ മാത്രമാണ് നിക്ഷേപിക്കാനുള്ള അവസരമുള്ളത്. ഈ ഫണ്ട് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ് കമ്പനികളിൽ എക്സ്പോഷർ ഉള്ള ഒരു ഓൾ ഇൻ ഓൾ ഇക്വിറ്റി ഫണ്ടാണ്. മാർക്കറ്റ് സൈക്കിളിനനുസരിച്ചാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം തന്നെ നടക്കുന്നത്. അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ സ്മാൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് കമ്പനികളിലും, മാർക്കറ്റ് മോശം രീതിയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ലാർജ് ക്യാപ്പ് കമ്പനികളിലും നിങ്ങളുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതുവഴി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ അസ്ഥിരത കുറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും. ടാറ്റയുടെ പല ഫണ്ടുകളും 26% പോലുള്ള ഹൈ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടാറ്റ എയുടെ കീഴിലുള്ള മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ കഴിഞ്ഞ ഒരു 5, 7, 10 വർഷങ്ങൾക്കിടയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ ബെഞ്ച് മാർക്ക് റിട്ടേണുകളെ മറികടന്നിട്ടുള്ളവയാണ്. ഇവർ തന്നെ 2022 ഡിസംബറിൽ ആരംഭിച്ച ടാറ്റ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, അതുപോലെ തന്നെ 2023 ജൂലൈയിൽ ആരംഭിച്ച സ്മോൾ ക്യാപ്പ് ഡിസ്കവറി ഫണ്ട് എന്നിവയൊക്കെ തന്നെ യഥാക്രമത്തിൽ 48.7%, 26.5% റിട്ടേൺ ഒക്കെ വന്നിട്ടുണ്ട്. ഇത് കൂടാതെ NRI സുഹൃത്തുക്കൾക്ക് മാസം ഒരു 18,000 രൂപയൊക്കെ മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് നല്ലൊരു അവസരമാണ്. കാരണം 3 കോടി രൂപ വരെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഈ NFOയുടെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപയേ ഉള്ളൂ. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഫണ്ടിൽ നിങ്ങൾ അടയ്ക്കുന്ന മാസ പ്രീമിയത്തിന്റെ 120 ഇരട്ടി വരെ ലൈഫ് കവറും ഈ ഫണ്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ടാക്സ് ബെനിഫിറ്റും കിട്ടും. ഇതിൽ നിക്ഷേപിക്കാൻ ആവശ്യമായ ലിങ്കും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. 1990 ഇന്ത്യയുടെ GDP കേവലം $320 ബില്യൺ മാത്രമാണ്. ചൈനയുടേത് $360 ബില്യൺ. ഈ 90കളിലെ ലോകത്തെ ശക്തമായ സാമ്പത്തിക ശക്തികൾ എന്ന് പറയുന്നത് US-ഉം ജപ്പാനുമാണ് പ്രധാനമായിട്ട്. US-ന്റെ GDP ഏകദേശം $6 ട്രില്യൺ അടുത്തും ജപ്പാന്റേത് ഏകദേശം $3 ട്രില്യൺ മുകളിലുമാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുമാണ് ലോകത്തെ ഒന്നും രണ്ടും സാമ്പത്തിക ശക്തികൾ എന്ന് 90കളിൽ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ 90കളിൽ ഈ ജപ്പാൻ ബാങ്കിങ് ക്രൈസിസിലേക്കൊക്കെ പോവുകയും പല അവരുടെ തീരുമാനങ്ങളും വിഡ്ഢിതമായിരുന്നു. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിലും 2005 കാലഘട്ടത്തിലൊക്കെ ഏകദേശം $6 ട്രില്യൺ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. ഇന്ന് പക്ഷേ ജപ്പാന്റെ GDP ജർമ്മനിയുടെയും താഴെ പോയി ഇന്ന് 4ാം സ്ഥാനത്തേക്ക് ജപ്പാൻ എത്തിയിരിക്കുന്നു എന്നത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ്. ജപ്പാന്റെ പല സാമ്പത്തിക തീരുമാനങ്ങളും തെറ്റായിരുന്നു എന്നതാണ് അവരുടെ സാമ്പത്തിക തകർച്ചയ്ക്ക് ആധാരമെങ്കിലും
അതിനുമൊക്കെ അപ്പുറം ചൈനയുടെ വളർച്ചയും ജപ്പാനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. പരമ്പരാഗതമായ ബിസിനസ്സുകളാണ് കൂടുതലും ജപ്പാനിൽ ഉണ്ടായിരുന്നത്. അവിടെ ഒരു സ്റ്റാർട്ടപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമൊന്നും അവിടെ ഇന്നുമില്ല, നേരത്തെയുമില്ല. അത്തരം ഒരു സംസ്കാരമില്ല അവിടെ. മാത്രമല്ല പരമ്പരാഗതമായ ബിസിനസ് രീതികളാണ് അവർ പിന്തുടരുന്നത്. സാംസ്കാരികപരമായ കാരണങ്ങളുമുണ്ട്. പക്ഷെ ചൈനയാകട്ടെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇൻവെസ്റ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ലോകത്തെ സമ്പന്നന്മാരെ, സാമ്പത്തികമായി ശക്തമായ കമ്പനികളെ, രാജ്യങ്ങളെയൊക്കെ ചൈന ആകർഷിച്ചു. തൽഫലമായി നിക്ഷേപങ്ങൾ കംപ്ലീറ്റ് പോയത് ചൈനയിലേക്കാണ്. 2000-ലും 2010-നും ഇടയിലൊക്കെ നടന്ന നിക്ഷേപങ്ങൾ ചൈനയെ ഒരു വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് എത്തിച്ചു എന്നത് കാണാൻ സാധിക്കും. ജപ്പാനിലുള്ളതിനേക്കാളും വളരെ ചിലവ് കുറഞ്ഞ് അല്ലെങ്കിൽ വേതനം കുറച്ചുകൊണ്ട് തൊഴിലാളികളെ ലഭിക്കുമെന്നതും സ്വയം ഒരു വലിയ വിപണി കൂടിയാണ് ചൈന എന്നതും കമ്പനികളെ വലിയ രീതിയിൽ തന്നെ ആകർഷിച്ചു. അങ്ങനെയാണ് വെസ്റ്റേൺ കമ്പനികളൊക്കെ അവിടെ നിക്ഷേപം നടത്തി ചൈന നീ കാണുന്ന നിലയിലേക്ക് എത്തിയത്. ഒരു കാലത്ത് ജപ്പാനും അമേരിക്കയുമായിരുന്നു ഒന്നും രണ്ടും സാമ്പത്തിക ശക്തികളെങ്കിൽ 2010 കൂടി ജപ്പാൻ കളത്തിന് പുറത്തായി. പിന്നെ ചൈനയും അമേരിക്കയുമായി. ഇന്ന് ഏറ്റവും അധികം ട്രേഡ് നടക്കുന്നതും ചൈനയും യുഎസും, ചൈനയും യൂറോപ്പും ഒക്കെ തമ്മിലാണ്. ആ നിലയിലേക്ക് ചൈന വളർന്നതിന്റെ പ്രധാന കാരണം ഒരു കാലത്ത് അവർ ലോകത്തെ അവരുടെ രാജ്യത്തിലേക്ക് ആകർഷിച്ചത് കൊണ്ട് തന്നെയാണ്. ഇന്ന് അതേ സാഹചര്യങ്ങൾ നമ്മുടെ ഇന്ത്യക്കുണ്ട്. ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ലോകത്തെ ഇങ്ങോട്ട് ആകർഷിക്കുക തന്നെയാണ്. ഇന്ത്യയുടെ ക്യാപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഇന്ത്യ എത്രത്തോളം പവർഫുൾ ആണ്, ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യം എത്രത്തോളം മെച്ചപ്പെടുന്നു, ഇന്ത്യ നിക്ഷേപങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, ഇന്ത്യ ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായ രാജ്യമാണ്, ഇൻവെസ്റ്റ് ചെയ്താൽ കമ്പനികൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും, ഇന്ത്യ സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ഒരു പൊട്ടൻഷ്യൽ പവർ എന്നതിൽ നിന്നൊരു സൂപ്പർ പവറായിട്ട് മാറാൻ പോവുകയാണ് എന്ന ഒരു ധാരണ ആഗോള തലത്തിൽ ഉണ്ടാക്കാൻ ഇന്ത്യൻ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് വൻതോതിൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, കഴിഞ്ഞ സാമ്പത്തിക വർഷം എടുത്തു കഴിഞ്ഞാൽ 2022 ഇന്ത്യ എക്സ്പോർട്ട് ചെയ്തത് $767 ബില്യൺ ഉൽപ്പന്നങ്ങളാണ്. അതൊരു പുതിയ കാര്യമാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യ ആദ്യ 10-ൽ ഇടം പിടിക്കുന്നത്. ചൈനയും അമേരിക്കയും ഒക്കെ മുൻനിരയിലുണ്ടെങ്കിലും ഇതൊരു സൂചനയാണ്. 2000-ലൊക്കെ അല്ലെങ്കിൽ 2000-ന്റെ തുടക്കത്തിൽ എങ്ങനെയാണോ ചൈന എക്സ്പോർട്ടിംഗ് രംഗത്ത് ഇതുപോലെ ആദ്യ 10-ൽ ഇടം പിടിച്ചത്, അതേ രീതിയിലാണ് നമ്മുടെ ഇന്ത്യ ഈ എക്സ്പോർട്ടിംഗിൽ ഇന്ന് കൃത്യമായ ഒരു സ്ഥാനം നേടിയിരിക്കുന്നത്, ആദ്യ 10-ൽ എത്തിയിരിക്കുന്നത്. പതിയെ പതിയെ ഇന്ത്യ ചുവട് ഉറപ്പിക്കുകയാണ്. മാനുഫാക്ചറിംഗ് രംഗത്ത് ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നു. ഇന്ന് വേൾഡിൽ ഇന്ത്യയുടെ ഷെയർ ഏകദേശം 4% എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന സൗത്ത് കൊറിയയൊക്കെ മറികടന്ന് ആദ്യത്തെ 5 രാജ്യങ്ങളിൽ ഒന്നായിട്ട് വേൾഡിലെ ഈ ഒരു ഉൽപാദക രംഗത്തെ ഷെയർ പങ്കിടുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇനി നമ്മുടെ രാജ്യത്ത് FDIയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2012-ൽ ആദ്യ 10-ൽ നിങ്ങൾക്ക് ഇന്ത്യയെ കാണാൻ പറ്റില്ല. പക്ഷേ 2022 എത്തുമ്പോൾ ആദ്യ 10-ൽ ഇന്ത്യ ഉണ്ട്. ഏകദേശം $50 ബില്യൺ FDI ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയാണ് ഈ 2022-ൽ. സോ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റിൽ, ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലും ഇന്ത്യ വളരെയധികം മുന്നോട്ടെത്തിയിരിക്കുന്നു. ചൈനയ്ക്കുള്ള കൃത്യമായ സൂചനയാണ് ഇന്ത്യയുടെ ഈ മുന്നേറ്റം എന്ന് കാണാൻ സാധിക്കും. ഈ പട്ടികകളെല്ലാം എടുത്തു നോക്കിയാൽ ചൈനയ്ക്കൊരു വലിയ ത്രെട്ടായി മാറുന്നത് ഇന്ത്യ മാത്രമാണ്. കാരണം ഈ ജനസംഖ്യ, ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ, മാൻ പവർ, യുവാക്കളുടെ എണ്ണം, ഈ കാര്യങ്ങളിലൊന്നും ഇന്ത്യയും ചൈനയുമായിട്ട് സിമിലർ ആയിട്ട് ലോകത്ത് ഒരു രാജ്യവുമില്ല. 100 കോടിയിലേറെ ജനസംഖ്യയുള്ള 2 രാജ്യമുള്ളൂ, അത് ഇന്ത്യയും ചൈനയുമാണ്. മൂന്നാമതുള്ള അമേരിക്കയ്ക്ക് 33 കോടി ജനങ്ങളാണുള്ളത്. അതിൽ തന്നെ യുവാക്കൾ വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് ഒരു രാജ്യവും ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യവും ചൈനയ്ക്ക് ഒരു ഭീഷണി ഉയർത്തുന്നില്ല. അവിടെയാണ് US-നേക്കാളും വലിയ ഒരു എതിരാളിയായിട്ട് ചൈന ഇന്ത്യയെ കാണുന്നത്. ടോട്ടൽ സ്റ്റാർട്ടപ്പ് ഔട്ട്പുട്ട് അനുസരിച്ച് ലോകത്തെ 20 രാജ്യങ്ങളുടെ പട്ടിക എടുത്തപ്പോൾ അതിൽ ഇന്ത്യ 4-ാം സ്ഥാനത്തുണ്ട്. ഇനി ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് കണക്കുകളുണ്ട്. യൂണിക്കോൺ കമ്പനികളുടെ കാര്യം എടുത്താൽ, സ്റ്റാർട്ടപ്പുകളിൽ യൂണിക്കോൺ കമ്പനികൾ ഇന്ത്യ കഴിഞ്ഞ 2022-ൽ അത് അവസാനിക്കുന്നതിനിടയിൽ ഏകദേശം 111-ലേറെ യൂണിക്കോൺ കമ്പനികൾ ഇന്ത്യയിൽ ഉണ്ടായി. 109 എന്ന് പറയുന്ന കണക്ക് ഒക്ടോബർ വരെയുള്ള കണക്കാണ്. 2022 അവസാനിച്ചപ്പോൾ 111-ലേറെ കമ്പനികൾ ഈ യൂണിക്കോൺ കമ്പനികളായിട്ട് മാറി. യൂണിക്കോൺ കമ്പനി എന്ന് പറഞ്ഞാൽ $1 ബില്യൺ മുകളിൽ വാല്യൂ ഉള്ള കമ്പനികളെയാണ് യൂണിക്കോൺ കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കൂ. ഇന്ത്യ കൃത്യമായിട്ടും ഇവിടെ ഒരു സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. 1-2 സ്ഥാനങ്ങളിൽ US-ഉം ചൈനയുമാണ്. പക്ഷെ മൂന്നാമത് ഇന്ത്യയുണ്ട്. അതായത് ആദ്യ 2 സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങൾക്കും ഒരു ഭീഷണിയായിട്ട് ഇന്ത്യ മാറുമെന്ന് കൃത്യമായുള്ള സൂചനയാണിത്. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഒരു വർഷം ഉണ്ടാവുന്നത് ഒന്ന് അമേരിക്കയിലാണ് കേട്ടോ. 2-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്. ഇവിടെ നമുക്ക് ചൈനയെ കാണാൻ പറ്റുന്നില്ല. ചൈന വളരെ താഴെയാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയിലാണ്. ഈ പട്ടികയാണ് അതിന്റെ തെളിവ്. അത് മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ പാറ്റന്റുകൾ എടുക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലും ഇന്ത്യ 1-2 സ്ഥാനത്തേക്ക് എത്തുന്നു. ഇതും ചെറിയൊരു കാര്യമല്ല.
ഇങ്ങനെ ഓരോ മേഖല എടുത്താലും ഇന്ത്യ പടിപടിയായിട്ട് കയറി വരികയാണ്. ആകെ GDPയുടെ കാര്യത്തിലും ഇന്ത്യയുടെ ഗ്രോത്ത് പ്രശംസനീയമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് 7%-ലേറെയായിട്ട് നിൽക്കുന്നതും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വളരെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ചൈനയുടെ പല അവസരങ്ങളും നഷ്ടമാവുകയാണ്. ചൈനയിലെ പല ബാങ്കുകളും തകർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ചൈനയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ചൈന വളരെ ഡെവലപ്ഡ് ആണ്, ചൈനയിൽ നല്ല നഗരങ്ങളുണ്ട്, ആളുകൾ നല്ല ജീവിതം നയിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം ഇങ്ങനെ പതിയെ പതിയെയാണ് തകർച്ചയിലേക്ക് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാലത്ത് ജപ്പാൻ നേരിട്ടതുപോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധി ചൈനയെയും കാത്തിരിക്കുന്നുവെന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയുമായിട്ടൊക്കെയുള്ള വ്യാപാര യുദ്ധത്തിന് ശേഷവും ഷി ജിൻപിങ് അമേരിക്കയിൽ പോയിട്ട് അമേരിക്കയുമായി സഹകരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ വെറുതെയൊന്നും ആയിരുന്നില്ല. മാത്രമല്ല, തായ്വാനെ ആക്രമിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടും ഇപ്പോഴും അതിലേക്കൊന്നും കടക്കാത്തതിന്റെ കാരണവും സാമ്പത്തികമായി കൂടുതൽ തകരുമോ എന്ന് ഭയന്നിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും ഇന്ന് ലോകത്തില്ല. ഇന്ത്യ ആണെങ്കിലോ വളരെ വർഷങ്ങളായിട്ട് ചൈനയ്ക്ക് സ്വാധീനമുള്ള പല വിപണികളിലേക്കും പതിയെ കടന്നു കയറുകയാണ്. വളരെ പിന്നിലാണ് കേട്ടോ ഇന്ത്യ. പക്ഷേ ഇന്ത്യ എത്തുന്ന ഓരോ മേഖലയിലും വിശ്വാസം നേടി വളരുകയാണ്. ആഫ്രിക്ക ഒരു എക്സാമ്പിളായിട്ട് പലപ്പോഴും നമ്മൾ പറയുന്നതാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഇവിടെയൊക്കെ മേക്കിംഗ് ഇന്ത്യ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുകൾക്ക് ചൈനീസ് പ്രോഡക്റ്റുകളെക്കാൾ വിശ്വാസ്യതയും സ്വീകാര്യതയും ഉണ്ട് എന്നത് ചൈനയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ കമ്പനികൾ ഒരു രാജ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ പതിയെയാണ് വളരുന്നത്. പക്ഷേ അവരുടെ വളർച്ച എന്ന് പറയുന്നത് സുസ്ഥിരമാണ്, വിശ്വാസം നേടിക്കൊണ്ടാണ്, ജനങ്ങളുടെ പിന്തുണ ഉറപ്പുവരുത്തിക്കൊണ്ടാണ്. ഇത് സ്വാഭാവികമായി ചൈനയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ചൈനയ്ക്കില്ലാത്ത ഒന്ന് ഇന്ത്യക്കുണ്ട്, അത് ട്രസ്റ്റ് ആണ്. ചൈനീസ് കമ്പനികളെ ലോകം സംശയത്തോടെയാണ് എപ്പോഴും കാണുന്നത്. ഇത് ഈട് നിൽക്കുമോ, ക്വാളിറ്റി ഉണ്ടോ, ഇത് റേറ്റ് കുറവാണ് പക്ഷെ എത്ര കാലം നിൽക്കും എന്നൊക്കെ അവർ സംശയിക്കുമ്പോൾ മിഡിൽ ക്ലാസ് മനുഷ്യന്മാർ കൂടുതലും ഇന്ത്യൻ പ്രോഡക്റ്റുകളെ ട്രസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ എത്തുന്ന ഓരോ വിപണിയും ചൈനയ്ക്ക് ഭീഷണിയായിട്ട് മാറുന്നു. എക്സ്പോർട്ടിംഗ് രംഗത്തും ഇന്ത്യ വളരുമ്പോൾ ചൈനയുടെ വളർച്ച പതിയെങ്കിലും കുറയുന്നതും കാണാം. ഇത് സ്വാഭാവികമായും ചൈനയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതുന്നത് അമേരിക്കയെക്കാളേറെ ആശങ്കപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അമേരിക്കയെക്കാളേറെ ശ്രദ്ധിക്കേണ്ടത്, ഭയപ്പെടേണ്ടത് ഇന്ത്യയാണ് എന്ന്. കാരണം US ചൈനയുമായിട്ട് ഒരു ബലാബല മത്സരമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എക്കണോമിക്കലി US അല്ലെങ്കിൽ മാനുഫാക്ചറിങ് രംഗത്ത് US ചൈനയെ മറികടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതിന് എല്ലാ ഘടകങ്ങളും അനുയോജ്യമായിട്ട് വരുന്നത് ഇന്ത്യക്കാണ്. അവിടെയാണ് ഇന്ത്യയെ ചൈന കൂടുതൽ ഭയത്തോടെ നോക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ടാറ്റ AIയുടെ ഫ്ലെക്സി ഗ്രോത്ത് NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാനത്തെ തീയതി എന്ന് പറയുന്നത് ഡിസംബർ മാസം 31 വരെ മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. ലിങ്കുകളും കാര്യങ്ങളും എല്ലാം തന്നെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ടാറ്റയുടെ ഫണ്ടാണ്. അവസാന നിമിഷം വരെ കാത്തു നിന്നാൽ ഒരുപക്ഷെ നമുക്ക് കിട്ടണമെന്നില്ല. താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം.